بسم الله الرحمن الرحيم അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സമസ്ത മദ്രസകളിലെ വാർഷിക പരീക്ഷയുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യോത്തരങ്ങൾ വിശകലനം ചെയ്യുന്ന വീഡിയോയിലേക്ക് നിങ്ങളെ ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ്. ഈ വീഡിയോയിൽ നമ്മൾ 3ാം ക്ലാസ്സിലെ അഖ്ലാഖ് എന്ന വിഷയത്തിൻ്റെ ചോദ്യോത്തരങ്ങളാണ് നോക്കുന്നത്. ഇവിടെ ഒന്നാമത്തെ ആക്ടിവിറ്റി ശരിയായവക്ക് ശരിയെന്നും തെറ്റിന് തെറ്റ് എന്നും അടയാളം നൽകാം. ഇവിടെ ഒരു 8 കാര്യങ്ങൾ അഥവാ ഉറങ്ങാൻ നേരം നമ്മൾ ഉറങ്ങുന്ന സമയത്ത് ചെയ്യേണ്ട കാര്യങ്ങളും അതേപോലെ ഉറങ്ങാൻ സമയം ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളും ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഉറങ്ങുന്ന സമയത്ത് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ അവിടെ ടിക്ക് ചെയ്യുക. ഉറങ്ങാൻ സമയത്ത് ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളൊക്കെ ഉണ്ട്, അതതിൽ തെറ്റ് എന്നുള്ള അടയാളം ഇതാണ് വേണ്ടത്. ഇനി ഓരോന്നും വായിച്ചു നോക്കിയാൽ തന്നെ വളരെ സിമ്പിളായ ചോദ്യങ്ങളാണ്. നമ്മളത് വായിച്ചു നോക്കുമ്പോൾ തന്നെ നമുക്ക് ആൻസർ കിട്ടും. ഞാൻ ഉറങ്ങാൻ നേരം ദിക്ർ ചൊല്ലും. നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ ഫാത്തിഹ, അതേപോലെ തന്നെ ഇഖ്ലാസ്, മുഅവ്വിദത്തൈനി ഒക്കെ ഊതിയിട്ട് കൈകളിൽ ഊതി കിടക്കണം, ശരീരം തടവി കിടക്കണം എന്നൊക്കെ പഠിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ ഞാൻ ഉറങ്ങാൻ നേരം ദിക്ർ ചൊല്ലും. അപ്പോൾ അത് ചെയ്യേണ്ട കാര്യമാണ്. അപ്പോൾ അവിടെ ടിക്ക് ചെയ്യുക. രണ്ടെന്താ, മിസ്വാക്ക് ചെയ്യും. ഉറങ്ങാൻ നേരം മിസ്വാക്ക് ചെയ്യണത് സുന്നത്താണല്ലോ, നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ അത് അവിടെ ടിക്ക് ചെയ്യുക, അതും ചെയ്യേണ്ട കാര്യമാണ്. 3 വുളൂ ചെയ്യുമാണ്. ഉറങ്ങുന്ന സമയത്ത് ഉറങ്ങാൻ നേരം വുളൂ ചെയ്തിട്ടാണ് കിടക്കേണ്ടതെന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതും ചെയ്യേണ്ട കാര്യമാണ്, അവിടെ ടിക്ക് ചെയ്യുക. അടുത്ത് നോക്കൂ, ഞാൻ ഉറങ്ങാൻ നേരം ഫോൺ എടുത്ത് ഗെയിം കളിക്കും. അപ്പോൾ അത് പാടില്ലാത്ത കാര്യമാണ്, തെറ്റായ കാര്യമാണ്. അപ്പോൾ അത് തെറ്റിടുക. പിന്നെന്താ, ഞാൻ ഉറങ്ങാൻ നേരം പുരുഷനായ ഞാൻ കമിഴ്ന്ന് കിടക്കും. അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് പുരുഷന്മാരെങ്ങനെ ഉറങ്ങുമ്പോൾ കിടക്കേണ്ടത്, സ്ത്രീകളെങ്ങനെ കിടക്കേണ്ടത്, എങ്ങനെ കിടക്കാൻ പാടില്ല എന്നൊക്കെ പഠിച്ചിരിക്കണമല്ലോ. പുരുഷന്മാർക്ക് കമിഴ്ന്ന് കിടക്കാൻ പറ്റൂലല്ലോ, നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. നബി പറഞ്ഞല്ലോ, അങ്ങനെ ഉറങ്ങുന്ന ഒരാളെ കണ്ടപ്പോൾ ഇങ്ങനെ കിടക്കുന്ന ഒരാളെ കണ്ടപ്പോൾ നബി പറഞ്ഞല്ലോ, ഇത് നരകവാസികളുടെ കിടത്താണെന്നൊക്കെ പറഞ്ഞല്ലോ. അപ്പോൾ അത് തെറ്റായ കാര്യമാണ്. അപ്പോൾ നമ്മൾ അങ്ങനെ ചെയ്യാൻ പാടില്ല. അപ്പോൾ അവിടെ തെറ്റിടുക. പിന്നെ അടുത്തത് എന്താ, ഞാൻ ഉറങ്ങാൻ നേരം രാത്രി വൈകി ഉണരും. രാത്രി വൈകി ഉണരും. അങ്ങനെയാണോ? നേരത്തെ ഉറങ്ങി നേരത്തെ എണീക്കാണല്ലോ വേണ്ടത്. അപ്പോൾ അത് തെറ്റായ കാര്യമാണ്. അപ്പോൾ അവിടെ തെറ്റിടുക. ഇനി അടുത്തെന്താ, ഖിബിലക്ക് അഭിമുഖമായി വലതുഭാഗം ചെരിഞ്ഞു കിടക്കും. അങ്ങനെയാണല്ലോ കിടക്കേണ്ടത് അല്ലേ? ഖിബിലക്ക് അഭിമുഖമായി വലതുഭാഗത്ത് ചെരിഞ്ഞിട്ടാണല്ലോ കിടക്കേണ്ടത്. അപ്പോൾ അത് ശരിയാണ്. അപ്പോൾ അവിടെ ശരിയിടുക. അടുത്തത് ഇഖ്ലാസ് സൂറത്ത് ഓതും. നമ്മൾ നേരത്തെ പറഞ്ഞു ഉറങ്ങാൻ സമയത്ത് സൂറത്ത് ഓതലൊക്കെ സുന്നത്താണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അത് ശരിയായ കാര്യം, ചെയ്യേണ്ട കാര്യമാണ്. അപ്പോൾ അവിടെ ശരിയിടുക. ഉത്തരങ്ങളൊന്നും കൂടി നോക്കാം. ഞാൻ ഉറങ്ങാൻ നേരം ദിക്ർ ചൊല്ലും, ശരി. മിസ്വാക്ക് ചെയ്യും, ശരി. വുളൂ ചെയ്യും, ശരി. ഫോണെടുത്ത് ഗെയിം കളിക്കും, തെറ്റ്. പുരുഷനായ ഞാൻ കമിഴ്ന്ന് കിടക്കും, തെറ്റ്. രാത്രി വൈകി ഉണരും, തെറ്റ്. ഖിബിലക്ക് അഭിമുഖമായി വലതുഭാഗം ചെരിഞ്ഞു കിടക്കും, ശരി. ഇഖ്ലാസ് സൂറത്തോതും, ശരി. രണ്ടാമത്തെ ആക്ടിവിറ്റി എന്താ, യോജിച്ചവ ചേർക്കാം. 5 ചോദ്യങ്ങളാണ്. ആ ചോദ്യങ്ങളുടെയൊക്കെ ഉത്തരങ്ങൾ മുകളിൽ ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വളരെ സിമ്പിളായിട്ട് നമ്മൾ ചോദ്യങ്ങളൊക്കെ വായിച്ച് അതിൻ്റെ കൂടെ തന്നെ ഓരോ ഉത്തരങ്ങൾ ഇങ്ങനെ യോജിപ്പിച്ച് വായിച്ച് നോക്കിയാൽ കറക്റ്റ് ആൻസർ നമുക്ക് തന്നെ കണ്ടെത്താൻ വേണ്ടി സാധിക്കും. എന്താണ് ആ ഓപ്ഷൻസുകൾ? നമുക്ക് ആദ്യം നോക്കി നോക്കാം. അറിവ് പഠിക്കുന്നത്, അതേപോലെ തലപ്പാവ്, മരണമാണ്, വൃത്തി, സ്വഭാവം നന്നായവരാണ്. ഇനി ചോദ്യങ്ങൾ നോക്കൂ. ഉറക്കം ഒരു പകുതി, നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. എന്താണ്? മരണമാണ്. ഉറക്കം ഒരു പകുതി മരണമാണ്. 2 പുരുഷന് സുന്നത്താണ്. നമ്മൾ പുരുഷന് സുന്നത്തായ വസ്ത്രങ്ങളൊക്കെ പഠിച്ചല്ലോ. അതിൽ ഏതാണ് അതിലുള്ളത്? തലപ്പാവ് പടണ്ട്. അതാണ് അതിൻ്റെ ആൻസർ. പുരുഷന് സുന്നത്താണ് തലപ്പാവ്. 3 ഈമാനിൻ്റെ പകുതിയാണ് എന്ത്? നമ്മൾ പഠിച്ചല്ലോ തഹൂർ ഷത്രുൽ ഈമാൻ എന്ന് പഠിച്ചില്ലേ. അപ്പോൾ തഹൂർ പറഞ്ഞാൽ വൃത്തി എന്ന് പഠണ്ടല്ലോ. അപ്പോൾ ഈമാനിൻ്റെ പകുതിയാണ് വൃത്തി. 4 നാം അതുപോലെ ചെയ്യാനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഫസ്റ്റ് തന്നെ വായിച്ചു നോക്കിയ ഓപ്ഷൻസുകളിൽ അറിവ് പഠിക്കുന്നത്. അപ്പോൾ നാം അതുപോലെ ചെയ്യാനാണ് അറിവ് പഠിക്കുന്നത്. 5 മുഅ്മിനുകളിൽ ഈമാൻ പൂർണ്ണമായവർ അവരിൽ ആരാണ്? ഓപ്ഷൻസുകൾ വായിച്ച അവസാനത്തെ ഓപ്ഷൻസാണ് അതിൻ്റെ ആൻസർ. സ്വഭാവം നന്നായവരാണ്. ഉത്തരങ്ങളൊന്നും കൂടി നോക്കാം. ഒന്നാമത്തെ ചോദ്യം, ഉറക്കം ഒരു പകുതി. എന്നോട് യോജിക്കുന്ന ഉത്തരം മരണമാണ്. 2 പുരുഷന് സുന്നത്താണ്. എന്നോട് യോജിക്കുന്ന ഉത്തരം തലപ്പാവ്. 3 ഈമാനിൻ്റെ പകുതിയാണ്. എന്നോട് യോജിക്കുന്ന ഉത്തരം വൃത്തി. 4 നാം അതുപോലെ ചെയ്യാനാണ്. എന്നോട് യോജിക്കുന്ന ഉത്തരം അറിവ് പഠിക്കുന്നത്. 5 മുഅ്മിനുകളിൽ ഈമാൻ പൂർണ്ണമായവർ അവരിൽ. എന്നോട് യോജിക്കുന്ന ഉത്തരം സ്വഭാവം നന്നായവരാണ്. ഇനി ഇവിടെ 3ാമത്തെ ആക്ടിവിറ്റി, തെറ്റ് ശരിയാക്കി എഴുതാം. 4 ചോദ്യങ്ങളാണ് ഇവിടെ ഉള്ളത്. അതിലേതെങ്കിലും ഭാഗങ്ങളിൽ തെറ്റുണ്ടാവും. ആ തെറ്റുള്ളത് ശരിയാക്കിയിട്ട് അവിടെ എഴുതി കൊടുക്കുകയാണ് വേണ്ടത്. എന്താണ്? 1
കയ്പുള്ളതാണെങ്കിലും നീ കളവ് പറയുക. അങ്ങനെയാണോ നമ്മൾ പഠിച്ചത്? അല്ലല്ലോ. ഖുലിൽ ഹഖ വ ഇൻ കാന മുർറൻ എന്നല്ല പഠിച്ചത്. കയ്പുള്ളതാണെങ്കിലും നീ സത്യം പറയുക. അപ്പോൾ കളവ് എന്നുള്ളത് മാറ്റി സത്യം എന്നാണ് അവിടെ എഴുതിക്കേണ്ടത്. കയ്പുള്ളതാണെങ്കിലും നീ സത്യം പറയുക. രണ്ടെന്താണ്? മുഹിയുദ്ദീൻ ഷെയ്ഖിൻ്റെ ചരിത്രമാണ് ഫിഖ്ഹിലെ ഉള്ളടക്കം. അങ്ങനെയാണ് നമ്മൾ പഠിച്ചത്? അങ്ങനെയല്ല. എന്താണ്? ഫിഖ്ഹ് മാറ്റിയിട്ട് അവിടെ എന്താ കൊടുക്കുക? മുഹിയുദ്ദീൻ മാല നമ്മൾ പഠിച്ചിരിക്കണമല്ലോ. അപ്പോൾ ഇങ്ങനെ ആൻസർ വരിക, മുഹിയുദ്ദീൻ ഷെയ്ഖിൻ്റെ ചരിത്രമാണ് മുഹിയുദ്ദീൻ മാലയുടെ ഉള്ളടക്കം. അതാണ് അതിൻ്റെ ഉത്തരമായിട്ട് വരിക. ഇനി മൂന്നാമത്തെ എന്താ? സജ്ജനങ്ങളോട് കൂട്ടുകൂടുന്നവരെ അള്ളാഹുവും ജനങ്ങളും വെറുക്കും. അങ്ങനെയാണോ? സജ്ജനങ്ങളോട് കൂട്ടുകൂടുന്നവരെ അള്ളാഹുവും ജനങ്ങളും വെറുക്കുക ചെയ്യുക? അല്ലല്ലോ. അപ്പോൾ വെറുക്കുന്നത് മാറ്റി ഇഷ്ടപ്പെടും എന്ന് വേണം. അതാണ് നമ്മൾ പഠിച്ചത്. അപ്പം എങ്ങനെ വരിക? സജ്ജനങ്ങളോട് കൂട്ടുകൂടുന്നവരെ അള്ളാഹുവും ജനങ്ങളും ഇഷ്ടപ്പെടും. നാലാമത്തെ എന്താ? തൻ്റെ സഹോദരന് ഇഷ്ടമില്ലാത്തത് പറയൽ വലിയ അനുഗ്രഹമാണ്. നമ്മുടെ സഹോദരന് ഇഷ്ടമില്ലാത്തത് പറയൽ വലിയ അനുഗ്രഹം അല്ലല്ലോ, തെറ്റല്ലേ? അപ്പം എങ്ങനെ വരിക? തൻ്റെ സഹോദരന് ഇഷ്ടമില്ലാത്തത് പറയൽ വലിയ തെറ്റാണ് എന്നാണ് അവിടെ ആൻസർ വരിക. നമുക്ക് ഉത്തരങ്ങളൊന്നും കൂടി നോക്കാം. ഒന്നാമത്തെ ചോദ്യം, കയ്പുള്ളതാണെങ്കിലും നീ സത്യം പറയുക. 2, മുഹിയുദ്ദീൻ ഷെയ്ഖിൻ്റെ ചരിത്രമാണ് മുഹിയുദ്ദീൻ മാലയുടെ ഉള്ളടക്കം. മൂന്നാമത്തെ ചോദ്യം, സജ്ജനങ്ങളോട് കൂട്ടുകൂടുന്നവരെ അള്ളാഹുവും ജനങ്ങളും ഇഷ്ടപ്പെടും. 4, തൻ്റെ സഹോദരന് ഇഷ്ടമില്ലാത്തത് പറയൽ വലിയ തെറ്റാണ്. ഇനി നാലാമത്തെ ആക്ടിവിറ്റി എന്താ? 2 വീതം എഴുതാം. 3 ചോദ്യങ്ങളാണുള്ളത്. നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ആ ചോദ്യങ്ങൾക്ക് കുറേ ഉത്തരങ്ങൾ പുസ്തകത്തിലുണ്ടാവും. നമ്മൾ പഠിക്കുമ്പോൾ മുഴുവനായിട്ട് പഠിച്ചു വെക്കുക. എത്ര എണ്ണമാണോ ക്വസ്റ്റ്യനിൽ ചോദിക്കുന്നത് വെച്ചാൽ എത്ര എണ്ണം എഴുതി വെക്കുക. എന്താണ് ഒന്നാമത്തെ ചോദ്യം? സ്ത്രീകൾക്ക് നിഷിദ്ധമായ കാര്യങ്ങൾ. സ്ത്രീകൾക്ക് നിഷിദ്ധമായ അഥവാ ഹറാമായ ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ എന്തൊക്കെയെന്ന് നമ്മൾ വേഷത്തിലുമുണ്ട് ഇസ്ലാം എന്ന 10ാമത്തെ പാഠത്തിൽ പഠിച്ചല്ലോ. എന്തൊക്കെയാണ്? സൗന്ദര്യം പ്രദർശിപ്പിച്ചുകൊണ്ട് പുറത്തു പോവുക. പിന്നെ അന്യപുരുഷന്മാർക്ക് മുമ്പിൽ ശരീരം മുഴുവനും മറയാത്ത നിലക്കുള്ള വസ്ത്രധാരണം. പിന്നെ അതേപോലെ തന്നെ വഴികളിലും അങ്ങാടികളിലും മറ്റും പുരുഷന്മാരോട് ഇടകലരുക. ഇതൊക്കെ സ്ത്രീകൾക്ക് നിഷിദ്ധമാണെന്ന് പഠിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ ഇതിലേതെങ്കിലും 2 എണ്ണമാണ് ഇവിടെ എഴുതാനുള്ളത്. രണ്ടാമത്തെ ചോദ്യം എന്താ? ദേഷ്യം അടക്കാനുള്ള മാർഗങ്ങൾ. എന്താണ് ദേഷ്യം അടക്കാനുള്ള മാർഗങ്ങൾ ഏതൊക്കെ എന്നുള്ളത് നമ്മൾ 9ാമത്തെ പാഠം ദേഷ്യത്തിൽ പുഞ്ചിരി എന്നുള്ള പാഠത്തിൽ പഠിച്ചിട്ടുണ്ട്. ഏതൊക്കെ? നിൽക്കുന്നവനാണെങ്കിൽ ഇരിക്കുക, ഇരിക്കുന്നവൻ കിടക്കുക, വുളൂ ചെയ്യുക. ഇതൊക്കെ ദേഷ്യം അടക്കാനുള്ള മാർഗങ്ങൾ. അപ്പോൾ ഇതിൽ നിന്ന് ഏതെങ്കിലും 2 എണ്ണം എഴുതിയാൽ മതി. മൂന്നാമത്തത് എന്താണ്? ഭക്ഷണ മര്യാദകൾ. അതിൻ്റെ ആൻസർ നമ്മൾ 8ാമത്തെ പാഠം തീന്മേശയിലെ മര്യാദകൾ എന്നുള്ള പാഠത്തിലെ 2ാമത്തെ പേജിൽ ഒരു 10 മര്യാദകളുടെ നമ്പർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഏതൊക്കെ? ആദ്യവും അവസാനവും 2 കൈയും വായയും കഴുകുക, പിന്നെ ഇരിക്കുക, ബിസ്മി ചൊല്ലുക, വലത് കൈ കൊണ്ടാവുക, തൻ്റെ തൊട്ടടുത്ത ഭാഗത്തു നിന്ന് കഴിക്കുക, നന്നായി ചവച്ചരച്ചു സാവധാനം കഴിക്കുക, പാത്രത്തിൽ ശ്വാസം വിടാതിരിക്കുക, വിരലുകൾ ഊമ്പുക, പാത്രം തുടച്ച് കഴിക്കുക. പിന്നെ കഴിഞ്ഞാൽ അൽഹംദുലില്ലാഹില്ലദി അത്അമനി ഹാദാ വറസഖനീഹി മിൻ ഗൈരി ഹൗലി മിന്നി വലാ ഖുവ എന്ന് ചൊല്ലുക. ഇങ്ങനെ 10 മര്യാദകൾ പഠിച്ചിട്ടുണ്ട്. ഇവിടെ 2 എണ്ണമാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ 2 എണ്ണം എഴുതാം. ഉത്തരങ്ങളൊന്നും കൂടി നോക്കാം. 1, സ്ത്രീകൾക്ക് നിഷിദ്ധമായ കാര്യങ്ങൾ. സൗന്ദര്യം പ്രദർശിപ്പിച്ചുകൊണ്ട് പുറത്തു പോവുക. അന്യപുരുഷന്മാർക്ക് മുമ്പിൽ ശരീരം മുഴുവനും മറയാത്ത നിലക്കുള്ള വസ്ത്രധാരണം. 2, ദേഷ്യം അടക്കാനുള്ള മാർഗങ്ങൾ. നിൽക്കുന്നവനാണെങ്കിൽ ഇരിക്കുക, ഇരിക്കുന്നവൻ കിടക്കുക. മൂന്നാമത്തെ ചോദ്യം, ഭക്ഷണ മര്യാദകൾ. ആദ്യവും അവസാനവും 2 കൈയും വായയും കഴുകുക, ഇരിക്കുക. ഇനി 5ാമത്തെ ആക്ടിവിറ്റി, ഉത്തരം എഴുതാം. 5 ചോദ്യങ്ങളാണ് ഇവിടെ ഉള്ളത്. ഓരോ ചോദ്യങ്ങളും വായിച്ചു നോക്കി കൃത്യമായ ആൻസർ എഴുതി കൊടുക്കുകയാണ് വേണ്ടത്. ഒന്നാമത്തെ ചോദ്യം എന്താ? ഏഷണി എന്നാൽ എന്ത്? ഹസദ് നമ്മൾ പഠിച്ചല്ലോ. ഏഷണി എന്ന് പറഞ്ഞാൽ എന്താണ്? അതിൻ്റെ ഉത്തരം, ഒരാൾ പറഞ്ഞത് കുഴപ്പമുണ്ടാക്കാൻ വേണ്ടി മറ്റവനോട് പറയലാണ്. ഒരാൾ പറഞ്ഞത് കുഴപ്പമുണ്ടാക്കാൻ വേണ്ടി മറ്റവനോട് പറയലാണ്. രണ്ടാമതാ, ഗീബത്ത് പറഞ്ഞവൻ്റെ സൽക്കർമ്മങ്ങളുടെ കൂലി ആർക്കാണ് നൽകപ്പെടുക? ഗീബത്ത് പറഞ്ഞവൻ്റെ സൽക്കർമ്മങ്ങളൊക്കെ കൂലി ആർക്കാണ് നൽകുക? എന്താ അതിൻ്റെ ഉത്തരം? അവൻ പരദൂഷണം പറഞ്ഞയാൾക്ക്. ആരെ വേണോ അവൻ പരദൂഷണം പറഞ്ഞത്? അയാൾക്ക്. അപ്പോൾ അവൻ പരദൂഷണം പറഞ്ഞയാൾക്ക് എന്ന് എഴുതാം. മൂന്നാമത്തത്, പിശാചിൻ്റെ സുഹൃത്തുക്കളാണവർ. ആരാണ് പിശാചിൻ്റെ സുഹൃത്തുക്കൾ? ഉത്തരം, ഇടത് കൈകൊണ്ട് തിന്നുന്നവരും കുടിക്കുന്നവരും. ഇടത് കൈകൊണ്ട് തിന്നുന്നവരും കുടിക്കുന്നവരും പിശാചിൻ്റെ സുഹൃത്തുക്കളാണ്. നാലാമത്തെ ചോദ്യം, കമിഴ്ന്ന് കിടക്കുന്നവനെ കണ്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്താണ് പറഞ്ഞത്? നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ. എന്താ പറഞ്ഞത്? ഇത് നരകവാസികളുടെ കിടത്തമാണ്.
അഞ്ചാമത്തെ ചോദ്യം, അന്ത്യനാളിൽ അള്ളാഹു നോക്കുകയില്ല ആരിലേക്ക്? അന്ത്യനാളിൽ അള്ളാഹു നോക്കുന്നില്ല, അതാരിലേക്കാണെന്ന് അള്ളാഹു നോക്കാത്തത്? ഉത്തരം, അഹങ്കാരത്തോടെ വസ്ത്രം വലിച്ചിഴക്കുന്നവനിലേക്ക്. അഹങ്കാരത്തോടെ വസ്ത്രം വലിച്ചിഴക്കുന്നവനിലേക്ക്. ഉത്തരങ്ങളൊന്നും കൂടി നോക്കാം. 1. ഏഷണി എന്നാൽ എന്ത്? അതിൻ്റെ ഉത്തരം, ഒരാൾ പറഞ്ഞത് കുഴപ്പമുണ്ടാക്കാൻ വേണ്ടി മറ്റവനോട് പറയലാണ്. 2. ഗീബത്ത് പറഞ്ഞവൻ്റെ സൽക്കർമ്മങ്ങളുടെ കൂലി ആർക്കാണ് നൽകപ്പെടുക? ഉത്തരം, അവൻ പരദൂഷണം പറഞ്ഞയാൾക്ക്. 3ാമത്തെ ചോദ്യം, പിശാചിൻ്റെ സുഹൃത്തുക്കളാണവർ ആര്? അതിൻ്റെ ഉത്തരം, ഇടതു കൈകൊണ്ട് തിന്നുന്നവരും കുടിക്കുന്നവരും. 4ാമത്തെ ചോദ്യം, കമിഴ്ന്നു കിടക്കുന്നവനെ കണ്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്താണ് പറഞ്ഞത്? അതിൻ്റെ ഉത്തരം, ഇത് നരകവാസികളുടെ കിടത്തമാണ്. 5ാമത്തെ ചോദ്യം, അന്ത്യനാളിൽ അള്ളാഹു നോക്കുകയില്ല ആരിലേക്ക്? അതിൻ്റെ ഉത്തരം, അഹങ്കാരത്തോടെ വസ്ത്രം വലിച്ചിഴക്കുന്നവനിലേക്ക്. 6ാമത്തെ ആക്ടിവിറ്റി ക്രമത്തിലാക്കാം. എന്താണ് ഇവിടെ ഉള്ളത്? കഫല്ലാഹു അൻഹു വമൻ കഫ അദാബഹു യൗമൽ ഖിയാമത്തി ഗളബഹു. നമ്മൾ ദേഷ്യത്തിൽ പുഞ്ചിരി എന്നുള്ള ആ പാഠത്തിൽ പഠിച്ച ഒരു ഹദീസാണ്. എന്താണ്? അഥവാ ദേഷ്യം നിയന്ത്രിച്ചവൻ അള്ളാഹു അന്ത്യനാളിൽ ശിക്ഷയിൽ നിന്ന് കാക്കുമെന്ന് അർത്ഥം വരുന്നൊരു ഹദീസ് നമ്മൾ പഠിച്ചല്ലോ. അപ്പോൾ അതങ്ങനെ നമുക്ക് ക്രമത്തിലാക്കി കൊടുക്കാം. ആദ്യം വമൻ കഫ എന്നാണ് ആദ്യം ചേർക്കേണ്ടത്. പിന്നെ ഗളബഹു എന്നാണ് എഴുതി കൊടുക്കേണ്ടത്. അത് കഴിഞ്ഞിട്ട് കഫല്ലാഹു അൻഹു അതാണ് അടുത്തത്. അത് കഴിഞ്ഞിട്ട് പിന്നെ അദാബഹു യൗമൽ ഖിയാമ എന്നാണ് എഴുതേണ്ടത്. അപ്പോൾ എങ്ങനെ അത് വരിക? വമൻ കഫ ഗളബഹു കഫല്ലാഹു അൻഹു അദാബഹു യൗമൽ ഖിയാമ. അഖ്ലാഖിൽ ഓരോ പാഠത്തിൻ്റെയും അവസാനം അതുമായി ബന്ധപ്പെട്ട ഒരു ഹദീസും അതിൻ്റെ അർത്ഥം ഉണ്ടാവും, അല്ലെങ്കിൽ പാഠത്തിൻ്റെ ഏതെങ്കിലും ഭാഗത്തൊക്കെ ആയിട്ടുണ്ടാവും. അത് നിർബന്ധമായിട്ടും ആ ഹദീസുകളും അതേപോലെ തന്നെ അർത്ഥമൊക്കെ പഠിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. പൂരിപ്പിക്കാനോ അർത്ഥം എഴുതാനോ ഒക്കെ ആയിട്ട് വരാൻ വളരെ സാധ്യതയുള്ള ചോദ്യങ്ങളാണ്. ഒന്നും കൂടി ഉത്തരം പറയാം. വമൻ കഫ ഗളബഹു കഫല്ലാഹു അൻഹു അദാബഹു യൗമൽ ഖിയാമ. ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. നമ്മുടെ ചാനലിൽ മദ്രസ വിദ്യാർത്ഥികൾക്ക് വളരെ ഉപകാരപ്രദമായ വീഡിയോകളാണ് ഉണ്ടാവുക. അതുകൊണ്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തു എന്ന് ഉറപ്പുവരുത്തുക. അല്ലാഹു തആല നമ്മുടെ പഠനവും പരീക്ഷകളും സ്വീകരിക്കട്ടെ, ഉന്നതമായ വിജയം പ്രദാനം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.